ഹായ് ഫ്രണ്ട്സ്, ദാസനാണ് തൃശ്ശൂർ. അപ്പോൾ ഒരു വടക്കൻ വീരഗാഥ, മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ നമ്പർ 1 സിനിമയാണ്. ഏത് ആംഗിളിൽ എടുത്ത് നോക്കിയാലും നമ്പർ 1 സിനിമയാണ്. അതൊരു ക്ലാസിക് മൂവിയാണ്. ചരിത്ര പ്രാധാന്യം ഉള്ളൊരു സിനിമയാണ്. മമ്മൂക്കയുടെ അതിഗംഭീര കഥാപാത്രമാണ്. എം.ടി. വാസുദേവൻ നായർ, മലയാള സാഹിത്യത്തിൻ്റെ കുലപതിയായിട്ടുള്ള എം.ടി. വാസുദേവൻ നായർ കഥ, തിരക്കഥ, സംഭാഷണം രചിച്ച് ചന്തു എന്ന ഒരു വ്യക്തിയെ, അതായത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ചന്തു എന്ന ചതിയനായ ചന്തുവിനെ, ചന്തു ചതിയനല്ല, ഇതാണ് സാഹചര്യങ്ങൾ, അതുകൊണ്ട് അങ്ങനെ വിളിക്കേണ്ടി വന്നതാണ് എന്നുള്ള സംഭവത്തിൽ കഥയെ വളച്ചു തിരിച്ച വ്യക്തി കൂടിയാണ് എം.ടി. വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ മികച്ച തിരക്കഥകളിൽ ഒന്നാണ് ഒരു വടക്കൻ വീരകഥ. ആ സിനിമയോളം പോകുന്നൊരു ഹിറ്റ് അദ്ദേഹത്തിന് വേറില്ല. ആ സിനിമ 1989 ഒരു വിഷുക്കാലത്ത് ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെല്ലാം റിലീസ് ചെയ്തു. അതിഗംഭീരമായി സിനിമ ജനങ്ങൾ സ്വീകരിച്ചു. അന്ന് ഫസ്റ്റ് ഷോ കാണാൻ പോയ ഒരാളാണ് ഞാനും. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പോയതാണ്. അന്ന് അതിൽ കുറേ പേര് ഈ സിനിമ മോശമാണെന്ന്, അതായത് മോഹൻലാൽ ഫാൻസ്, എൻ്റെ സുഹൃത്തുക്കളായ മോഹൻലാൽ ഫാൻസുകാരുണ്ടായിരുന്നു. അവരൊക്കെ കുറേ പേര് ഇതിനെ കളിയാക്കി. ഇന്ന് കുറച്ച് നാൾ മുമ്പൊക്കെ ഞാൻ അവരെ കാണുമ്പോൾ, ഇപ്പോൾ പ്രായമേറി, ഇപ്പോൾ അവരൊക്കെ പറഞ്ഞു, ദാസൻ മറ്റേ വടക്കൻ വീരകഥ നീ കണ്ടില്ലേ, എന്തായിരുന്നല്ലേ സിനിമ? ഞാൻ പറഞ്ഞു, നീയലടെ പണ്ട് പറഞ്ഞ ആ സിനിമ മോശമാണ്, അവന് ഓർമ്മ പോലില്ല. അതാണ് മോഹൻലാൽ ഫാൻസ്. അപ്പോൾ അന്നത്തെ മോഹൻലാൽ ഫാൻസ്. അപ്പോൾ അത്രയും നല്ലൊരു സിനിമയാണ് വടക്കൻ വീരകഥ. ആ സിനിമ വീണ്ടും റിലീസിന് വന്നപ്പോൾ മോഹൻലാൽ ആരാധകർക്ക് വലിയ രീതിയിലുള്ളൊരു ശ്വാസമുട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു സിനിമയും, പുതിയ സിനിമയെ പോലും അവർ ഇത്രമാത്രം പേടിച്ചിട്ടുണ്ടാവില്ല. ഒരു വടക്കൻ വീരഗാഥ റിലീസ് ചെയ്ത സമയത്ത് അവർ മമ്മൂക്കയുടെ പുതിയൊരു സിനിമ വന്ന പോലെയാണ് പേടിച്ചത്. കാരണം എന്താണെങ്കിൽ യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, അത് ഇവിടെ ഒരു കുറേ സിനിമകൾ, മോഹൻലാലിൻ്റെയും മമ്മൂക്കയുടെയും പല സിനിമകളും റിലീസ് വന്നെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമ ഒരു വടക്കൻ വീരഗാഥയാണ്. അതായത് പഴയ കാലത്തെ പല നടന്മാരും നടിമാരും, അല്ലെങ്കിൽ അതിലെ ടെക്നീഷ്യൻസും, അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തെ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വീണ്ടും സിനിമ കാണാൻ പോകുന്നു. അവർ ഇതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുന്നു, അല്ലെങ്കിൽ മുഴുവൻ ചർച്ചയായി. അങ്ങനെ സിനിമ ഇപ്പോൾ മൂന്നാം വാരം കഴിഞ്ഞ് 4ാം വാരത്തിലേക്ക് കടക്കുകയാണ്. 3ാം വാരത്തിൽ തന്നെ ഇപ്പോഴും നല്ല രീതിയിൽ സിനിമ പല 36ഓളം തിയേറ്ററിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ഐനോക്സ് എന്ന് പറഞ്ഞ ശോഭ സിറ്റി മാളിൽ ഒരു ഷോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഫസ്റ്റ് അവിടെ പോയിട്ടാണ് കണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് രാഗത്തിൽ റിലീസ് ചെയ്യാത്തത് കൊണ്ട് ഐനോക്സിൽ പോയിട്ടാണ് കണ്ടത്. പിന്നെ രാഗത്തിൽ വന്നപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും രാഗത്തിലും പോയി കണ്ടു. അപ്പം അത്രയും നല്ല സിനിമയാണ്. പക്ഷേ ആ സിനിമയെ ഇടിച്ചു താത്താൻ, വെറുതെ ഒരു കാരണമില്ലാതെ ഇടിച്ചു താത്താൻ വേണ്ടിയിട്ട് പല മോഹൻലാൽ ഫാൻസുകാരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ താഴെ എഴുതും, നാടകം അഭിനയമാണത്ര. മണ്ടന്മാരെ, വടക്കൻ വീരഗാഥയിൽ ചന്തുവും അവരൊക്കെ മറ്റുള്ള ഭാഷയിലിപ്പോൾ ചതിയൻ ചന്തുവിൻ്റെ കൊടും ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഇരുമ്പാണി തട്ടി മുളയാണ് വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്കി വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു. അങ്ങനെയാണ് ഭാഷ പറയേണ്ടത്. അല്ലാണ്ട് ചന്തുവിൻ്റെ കൊടുങ്ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഇരുമ്പാണി തട്ടി മുളയാണ് വെച്ചിട്ട് പൊൻകാരം കൊണ്ട് ചുരുക്കി വിളക്കാൻ കൊല്ലന് 16 കൊടുത്തവൻ ചന്തു.
മാറ്റച്ചൊരു ചോദിച്ചപ്പോൾ ഇതുപോലെ സാധാരണ ഭാഷയിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇഷ്ടദൈവമായിട്ടുള്ള വ്യക്തി പറഞ്ഞാൽ ഇരുമ്പാണി തട്ടിയെ മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചെറിയ വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റ ചോദിച്ചപ്പോൾ മറന്നുപോയി എന്നവൻ പറഞ്ഞവൻ ചന്തു. അങ്ങനെ പറയണം. ആ സിനിമ ചരിത്ര പ്രാധാന്യമുള്ള സിനിമ, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓരോ സിനിമയ്ക്കും ഓരോ രീതികളുണ്ട്. അപ്പോൾ അതറിഞ്ഞിട്ട് അത് മനസ്സിലാവാണ്ടെന്നല്ല, പൊട്ടന്മാരഭിനയിക്കും, പൊട്ടം കളിക്കുന്നതാണ്, പൊട്ടന്മാരെ പോലെ അഭിനയിക്കുന്നതാണ്. അത് കണ്ടിട്ട് കടത്തനാടൻ അമ്പാടി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു മോഹൻലാൽ. ആ കടത്തനാടൻ അമ്പാടി എന്ന സിനിമ റിലീസ് ചെയ്തുകൂടാ. ഗംഭീര നാടകമൊന്നും അറിയാത്ത, നാടക ശൈലിയൊന്നും ഇല്ലാത്ത, വളരെ നോർമലായിട്ട് അഭിനയിക്കുന്ന ആളല്ല. അപ്പോൾ ഒരു കടത്തനാടൻ അമ്പാടി വളരെ സിമ്പിളായിട്ട് ഗംഭീര സിനിമയല്ലേ, 100 അല്ല, എത്ര 200 ദിവസം 250 ദിവസം കളിച്ച സിനിമയാണ് കടത്തനാടൻ അമ്പാടി.